ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലുള്ളത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഇങ്ങനെ പാറക്കെട്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ സൈഡിലൂടെ നമ്മൾ നടന്ന് അങ്ങനെയാണ് വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മളെത്തുക. കണ്ടാ ഒരു ചെറിയ നല്ല രസമുള്ള സ്ഥലമായി. ഈ വെള്ളം ഇങ്ങനെ പുറന്ന് വരുന്നോടനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്കിഡാവാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ പ്രശ്നമില്ല, അവിടെ കൈവരിയെല്ലാം ഉണ്ട് പിടിക്കാൻ, അതുകൊണ്ട് വലിയ വിഷയമില്ല. വലിയ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് 1 കിലോമീറ്റർ 400 മീറ്റർ നടക്കാനുണ്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എടുക്കുന്നത്. ഇങ്ങനെ ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അങ്ങനെയായിരിക്കും, നല്ല തണുത്ത വെള്ളം ആയിരിക്കും. പൂരംകുഴി ഫാമിലി ഓൺലി വാട്ടർ ഫാൾസ്. ഇതൊരു ജാക്കറ്റും ഇതെല്ലാം പറഞ്ഞാൽ ഫാമിലിക്ക് മാത്രം ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഫാമിലി മാത്രം. ഭയങ്കര രസമായിട്ടാ, ഇതിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നല്ല വെള്ളം വീഴുന്ന ആ സൗണ്ട് കേട്ടാൽ തന്നെ കുറേ സമയം നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. തുടങ്ങിയത് മുതൽ അവസാനം വരെ ഇങ്ങനെ നമ്മുടെ സൈഡിലൂടെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ നടന്നു പോയി ആ വെള്ളച്ചാട്ടം എവിടെയാണോ അവിടെയാ മാത്രമേ നമുക്ക് വ്യൂ പോയിൻ്റ് ഉള്ളൂ. പക്ഷെ ഇവിടെ ഇതങ്ങനെയല്ല. ഇതിങ്ങനെ കണ്ടാ നടന്ന് നമ്മളവിടെ എത്തുന്നത് വരെ അതിൻ്റെ സൈഡിലൂടെ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴുകുന്നത്. നമ്മൾ കാപ്പിമല കണ്ട ഫ്ലവർ ഇവിടെയുണ്ട്, പക്ഷേ ഇതിൻ്റെ കളർ വ്യത്യാസമാണ്. അതാ തൂക്കുപാലത്തിൽ കയറാൻ പണ്ടേ ഒരു പേടിയാണ്, പക്ഷേ നല്ല രസമാണ് കയറി കഴിഞ്ഞാൽ. എത്തി മോനെ എത്തി, നമ്മുടെ തൂക്കുപാലെത്തി. ഇതാ തൂക്കുപാലം. ഓഹോ, വളരെ ചെറുതാണ് എന്നാലും തൂക്കുപാലം. പണ്ടത്തെ പോലെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവരാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവരെന്ന് എനിക്ക് തോന്നുന്നത്. അവരും ശുചിത്വ മിഷൻ്റെ രണ്ടും കൂടിയിട്ടില്ലേ ഇടപെടൽ, അത് വളരെ കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നതിൽ അതിനകത്ത് ഒരു തർക്കവും വേണ്ട. കാരണം ഒരു സ്ഥലങ്ങൾ പോലും മാലിന്യക്കൂമ്പാരായിട്ടില്ല. ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവിടെയൊന്നും ഒരു പ്രശ്നവും കാണാനില്ല. പ്ലാസ്റ്റിക്കോ ബോട്ടിലുകളെല്ലാം കൃത്യമായിട്ട് ബോട്ടിൽ ബൂത്ത് എന്ന് പറഞ്ഞ സംവിധാനത്തിൽ കൊണ്ട് നിക്ഷേപിച്ച്, അല്ലെങ്കിൽ അവർ പോകുന്ന വഴിക്ക് തന്നെ തിരിച്ചെടുത്ത് ജനങ്ങളും കൂടി അതിൻ്റെ അകത്തേക്ക് ഭാഗവാക്കായിട്ടുണ്ട് ഇപ്പോൾ. കാരണം അവരത്രക്കും നന്നായി ഇടപെടുന്നുണ്ടെന്നാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. എൻ്റെ മുന്നത്തെ കാപ്പിമല യാത്ര വേറൊരു അനുഭവമാണ്, ഇത് വേറൊരു അനുഭവമാണ്.
രണ്ടും രണ്ട് തരത്തിലാണ്. കാപ്പിമലേൻ്റെ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. നമ്മളേതാണ്ട് എത്താനായി. നമ്മളാ നയനമനോഹരമായ കാഴ്ചയിലേക്ക് അടുത്തുകൊണ്ട് പോയിരുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു കൊണ്ടൊരു ഇതാക്കിയിട്ട് ഇവിടുന്ന് കാണാൻ നല്ല രസമാണ്. സ്ട്രെയിറ്റ് വ്യൂ കിട്ടും ഇവിടുന്ന്. നമ്മൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണുള്ളത്. ഇതാണ് ഏറ്റവും മേലെയുള്ള പോയിന്റ്. ഇവിടെ നല്ല കുളിക്കാനൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട്. നല്ലൊരു കുളി കുളിച്ചു. അപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തിരിച്ചു പോയാൽ അപ്പോൾ നമ്മൾ തിരിച്ചു പോയിന്ന്. ഇതുവഴി താഴേക്ക് തന്നെ നടക്കാം അല്ലേ? ഇത് മേലേക്ക് ഇല്ലല്ലോ അല്ലേ? അല്ല വേണ്ട. ഇവിടെ ഒരു ജീപ്പ് സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. താഴെ നിന്ന് മുകളിലേക്ക് ജീപ്പിന് വരാനുള്ള ഒരു സൗകര്യമുണ്ട്. താഴെ നിന്ന് ഒരാളാണെങ്കിലും അതിനകത്ത് കൊള്ളുന്ന എത്ര പേരാണെങ്കിലും 300 രൂപയാണ് ചാർജ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ വന്നില്ല. ഞാനത് അറിയില്ലായിരുന്നു. ഇനി മേലെ എത്തിയതിന് ശേഷം പറഞ്ഞത്. അല്ലെങ്കിൽ ജീപ്പിൽ വരാൻ തയ്യാറല്ല. കാരണം നടന്നു വരുന്നതായിരിക്കും അതിൻ്റെ യഥാർത്ഥ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് ഈ സൈഡ് റൂട്ടിൽ ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് വരാനല്ലേ അതിൻ്റെ രസം. കണ്ണൂർ ജില്ലയിലെ